അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, പരിശുദ്ധമായ റമദാൻ ഷരീഫിൻ്റെ വ്രതാനുഷ്ഠാനം ഇത് സമാഗതമായിരിക്കുകയാണ്. ലോകത്തുള്ള എല്ലാ സത്യവിശ്വാസികളും സന്തോഷത്തിലും ആശ്വാസത്തിലും സമാധാനത്തിലും ആറാടിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ നോമ്പനുഷ്ഠിക്കുന്നവർക്കുള്ള വിദഗ്ധരായ ഡോക്ടേഴ്സിൻ്റെ ചില മുൻകരുതലുകളാണ് ഇന്ന് വീഡിയോയിലൂടെ നാം ഷെയർ ചെയ്യാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഈ വർഷത്തെ നോമ്പനുഷ്ഠാനം കുറച്ച് ദുഷ്കരമായിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം ചൂട് വളരെയധികം കൂടുതലാണ്. അതിന് നാം ചില മുൻകരുതലുകൾ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ മറികടക്കാനും പുണ്യകരമായ ഒരു നോമ്പായി 30 ദിവസവും അല്ലെങ്കിൽ എത്ര ദിവസമാണെങ്കിൽ അത്ര നമുക്ക് പൂർത്തീകരിക്കാനും സാധിക്കും. പ്രഭാതത്തിൽ 5:30 മണിക്ക് ആരംഭിക്കുന്ന വ്രതാനുഷ്ഠാനം തീർച്ചയായിട്ടും 13 മണിക്കൂർ വരെ ഈ വ്രതാനുഷ്ഠാനത്തിൻ്റെ ഡ്യൂറേഷൻ ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും അതൊരു സ്വാഭാവികമായ സമയക്രമം മാത്രമേ ഉള്ളതിൽ. നോമ്പ് ആരംഭിക്കുന്നതിന് മുമ്പ് അഥവാ സഹർ, അത്താഴം, ആ അത്താഴത്തിന് ആവശ്യമായ ഭക്ഷണം കഴിക്കുകയും വെള്ളം കുറച്ച് കൂടുതലായി ഒരു 3, 4, 5 ഗ്ലാസ് വരെയൊക്കെ വെള്ളം നന്നായിട്ട് കുടിക്കാനും ഓരോരുത്തരും പ്രത്യേകമായി ശ്രമിക്കണമെന്നാണ് ഡോക്ടേഴ്സ് മുൻകരുതലായിട്ട് പറയുന്നത്. കാരണം ഇല്ലെങ്കിൽ ചില മാനസിക ശാരീരിക അസ്വസ്ഥതകൾക്ക് പകൽ സമയം പ്രത്യേകിച്ചും നാം വശംവദരാവേണ്ടി വരുമെന്നാണ് അവർ മുന്നറിയിപ്പ് നൽകുന്നത്. പകൽ സമയത്ത് അത്യുഷ്ണമായതിനാൽ 40 ഡിഗ്രി വരെ മേലെ പോകുന്നതിനാൽ ആ സമയത്തുള്ള ചൂട് കൊള്ളാതിരിക്കാനും യാത്രകൾ കുറയ്ക്കാനുമാണ്, അതുപോലെ വെയിൽ കൊള്ളുന്ന ഇടങ്ങളിൽ നിന്നൊക്കെ അകന്നു പോകാനുമാണ് ഡോക്ടേഴ്സ് പ്രത്യേകിച്ച് നമ്മോട് നിർദ്ദേശിക്കുന്നത്. ഖുർആൻ പാരായണം, സൽക്കർമ്മങ്ങൾ, എഴുത്തിക്കാഫ് തുടങ്ങിയ ആരാധന കർമ്മങ്ങൾ കൊണ്ട് ധന്യമാക്കാൻ നാം പ്രത്യേകമായിട്ട് ശ്രമിക്കേണ്ടതാണ്. നോമ്പ് തുറക്കുന്ന സമയത്ത് നല്ലപോലെ ശീതീകരിച്ച ഭക്ഷണങ്ങൾ എന്ന് വെച്ചാൽ ജ്യൂസ്, മറ്റുള്ള വെള്ളം, മറ്റുള്ള ഫ്രൂട്ട്സുകളൊക്കെ പെട്ടെന്ന് കഴിക്കുന്ന സമയത്ത് വൃക്കകളെയും ഉദരത്തിനെയും അത് സാരമായി ബാധിക്കാൻ ഇടയുണ്ടത്ര. അതുകൊണ്ട് കഴിവതും നല്ല തണുപ്പുള്ള ആഹാരങ്ങൾ ഒഴിവാക്കുക തന്നെ വേണം. നോമ്പ് തുറക്കാനുള്ള സമയത്ത്, ബാങ്ക് കൊടുക്കുന്ന സമയത്ത് എന്തൊക്കെ കഴിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു സത്യവിശ്വാസിയായ നമുക്ക് കൃത്യമായി ഒരു അറിവും ബോധവും ഉണ്ടാവേണ്ടതുണ്ട്. ഒരു ഗ്ലാസ് വെള്ളം, ഒരു 3 ഈത്തപ്പഴം, അത്യാവശ്യം കുറച്ച് ഫ്രൂട്ട്സുകളും ഉണ്ടെങ്കിൽ നല്ല ഒരു നോമ്പ് തുറയായി എന്നാണ് ഐഡിയലായിട്ട് സുന്നത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നമുക്ക് പറയാനുള്ളത്. അല്ലാതെ നോമ്പ് തുറന്ന ഉടനെ കണ്ണിൽ കണ്ടതൊക്കെ വെട്ടി വാരി വിഴുങ്ങി യാതൊരു നിയന്ത്രണവുമില്ലാതെ സുന്നത്ത് പാലിക്കാതെ ചെയ്യുന്ന ഏർപ്പാട് തീർച്ചയായിട്ടും വലിയ അപകടത്തിലേക്കാണ് ശരീരത്തെയും മനസ്സിനെയും കൊണ്ടെത്തിക്കുന്നത്. പരിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആത്മീയത ഒട്ടും തന്നെ ലഭിക്കുകയുമില്ല. എണ്ണ പലഹാരങ്ങൾ, കരിച്ചതും പൊരിച്ചതുമായ മറ്റു ഭക്ഷണ പദാർത്ഥങ്ങൾ, ഇതൊക്കെ ഒരു പരിധിവരെ നിങ്ങൾ ഒഴിവാക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും വ്രതാനുഷ്ഠാനം കൊണ്ട് എന്ത് ലഭിക്കണമോ അഥവാ ആത്മീയവും ഭൗതികവും ആരോഗ്യകരവുമായ ഒരു നേട്ടവും തന്നെ ലഭിക്കാതെ കേവലം ഒരു പട്ടിണി അല്ലെങ്കിൽ അതിലുപരി ഒരു അനാരോഗ്യം വലിച്ചു കെട്ടുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെടേണ്ടി വരും. ക്യുക്കുംബർ, ഷമാം, വെള്ളരി തുടങ്ങിയവയും അതുപോലെ മറ്റു പച്ചക്കറികളും ഫ്രൂട്ട്സുകളൊക്കെ ആദ്യം കാര്യമായിട്ട് കഴിക്കുന്നതായിരിക്കും ഏറ്റവും നോമ്പിന് ഉചിതമായിട്ടുള്ളത്. ചിക്കൻ, ബീഫ്, മട്ടൺ തുടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ ഇറച്ചി ഐറ്റംസുകളൊക്കെ കഴിവതും ഒഴിവാക്കുകയാണ് വേണ്ടത്. നിർബന്ധമാണെങ്കിൽ ഒരു 1.5-2 മണിക്കൂർ കഴിഞ്ഞിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പൊതുവെ പൊറോട്ട, ഭൂരി പോലെയുള്ള മൈദ ഐറ്റംസുകൾ നമ്മുടെ ഭക്ഷണത്തിൻ്റെ തീന്മേശയിൽ നിന്ന് കഴിവതും എടുത്തു മാറ്റുക. അത് നിങ്ങളെ ആരോഗ്യത്തിലേക്ക് ഒരുപാട് മുന്നേറാൻ സഹായിക്കും. പൊതുവെ നോമ്പനുഷ്ഠിക്കുന്നവരിൽ നല്ലൊരു ഭാഗം ആളുകൾ പല രോഗത്തിനും അടിമകളായിരിക്കും. അത്തരം ആളുകൾ ഡോക്ടറെ നേരത്തെ കാണാനും നോമ്പനുഷ്ഠിക്കാനുള്ള തീരുമാനമുണ്ട് എന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ചെയ്താൽ തീർച്ചയായും നമ്മുടെ രോഗത്തിൻ്റെയും നമ്മുടെ മരുന്നിൻ്റെയും ഒക്കെ ഡോസുകൾ കൃത്യമായിട്ട് നിർണയിച്ചു തരാനും നല്ലൊരു നോമ്പ് നമുക്ക് അനുഷ്ഠിക്കാനും സാധിക്കും. അതുകൊണ്ട് തന്നെ ഡോക്ടറുടെ അഡ്വൈസ് നാം ഒരിക്കലും തന്നെ കളയരുത്. പൊതുവെ വ്രതാനുഷ്ഠാനത്തിലൂടെ രോഗത്തിൻ്റെ കാഠിന്യം കുറയ്ക്കാനും
ശമനത്തിനും അത് ഇടവരുത്താറുണ്ട്.